ലോഗോസ് ബൈബിൾ ക്വിസ് 2025 സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 20-21 അധ്യായങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 20-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു എന്നതാണ്. എന്തിനാണ് ബെഞ്ചമിനെ ശിക്ഷിക്കുന്നതെന്ന് നമുക്കറിയാം. അതായത് കഴിഞ്ഞ അധ്യായത്തിൻ്റെ ഒടുവിൽ നമ്മൾ കണ്ടു, ലേവ്യനോടും ഉപനാരിയോടും ബെഞ്ചമിൻ ഗോത്രക്കാർ ചെയ്ത ക്രൂരതയ്ക്ക് എന്താണ് പരിഹാരം എന്ന് ആലോചിക്കാൻ ഇസ്രായേൽക്കാർ ഒരുമിച്ച് കൂടുന്നു. ലേവ്യൻ്റെ വിശദീകരണം കേട്ടപ്പോൾ ജനം മുഴുവൻ ഏക മനസ്സായിട്ട് എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തു, ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല. ഗിബയായോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, നറുക്കിട്ട് നമുക്ക് അതിനെ ആക്രമിക്കാം. അങ്ങനെ അവർ തീരുമാനിച്ച് ബെഞ്ചമിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്നു. 1-ാം ദിവസം 20,000 ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു. 2-ാം ദിവസം 18,000 ഇസ്രായേൽക്കാരും വധിക്കപ്പെട്ടു. ഓരോ ദിവസവും തങ്ങളുടെ സഹോദരങ്ങളെ യുദ്ധത്തിൽ മരിക്കുന്ന സമയത്ത് അവർ കർത്താവിൻ്റെ മുൻപിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഇനിയും ഞങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തോട് യുദ്ധം ചെയ്യാൻ പോകണമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് അവർ ഓരോ പ്രാവശ്യവും പോയിക്കൊണ്ടിരുന്നത്. 3-ാം ദിവസവും യുദ്ധത്തിന് പുറപ്പെടാൻ കർത്താവ് നിർദ്ദേശം നൽകുമ്പോൾ അവരോട് പറയുന്നുണ്ട്, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന്. അങ്ങനെ 3-ാമത്തെ ദിവസം 30 ഇസ്രായേൽക്കാർ മാത്രമേ വധിക്കപ്പെട്ടുള്ളൂ. ബെഞ്ചമിൻ ഗോത്രക്കാരെ ഇസ്രായേൽക്കാർ പരാജയപ്പെടുത്തുക തന്നെ ചെയ്തു. 600 ബെഞ്ചമിൻ ഗോത്രക്കാർ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഈ 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ചോദ്യോത്തരങ്ങൾ നോക്കാം. ബൈബിള് പല ആവർത്തി വായിച്ച് പഠിച്ചതിന് ശേഷം ചോദ്യോത്തരങ്ങളുടെ ഈ വീഡിയോ കേൾക്കുക. അധ്യായം 20. 20-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 48. 20-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു. എവിടം മുതൽ എവിടം വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനുമാണ് ഇറങ്ങി തിരിച്ചത്? ദാൻ മുതൽ ബേർഷബ വരെ. ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനത്തോടൊപ്പം ചേർന്നത് ആര്? ഗിലെയാദ് ദേശക്കാർ. ദാൻ മുതൽ ബേർഷബ വരെയുള്ളവരും ഗിലെയാദ് ദേശക്കാരും ഏക മനസ്സോടെ ഒരുമിച്ച് കൂടിയത് എവിടെ? മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ. 20-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായത് ആരെല്ലാം? ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും എവിടെയാണ് ഹാജരായത്? ദൈവജനത്തിൻ്റെ സഭയിൽ. ഖഡ്ഗധാരികളുടെ ആ കാലാൾപ്പട എത്ര പേർ അടങ്ങിയതായിരുന്നു? 4,00,000 പേർ. 4,00,000 പേരടങ്ങിയ കാലാൾപ്പട ഏതായിരുന്നു? ഖഡ്ഗധാരികളുടെ കാലാൾപ്പട. ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത് എന്ത്? ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നു എന്ന്. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് കേട്ടത് ആര്? ബെഞ്ചമിൻ ഗോത്രക്കാർ. 20-4 ഇസ്രായേൽ ജനത്തോട് മറുപടി പറയുന്നത് ആര്? കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ. ഞാനും എൻ്റെ ഉപനാരിയും രാത്രിയിൽ എവിടെ താമസിക്കാൻ ചെന്നു എന്നാണ് ലേവ്യൻ പറയുന്നത്? ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിബയായിൽ. ഗിബയായിലെ ആളുകൾ രാത്രി എനിക്കെതിരായി എന്തു ചെയ്തു എന്നാണ് ലേവ്യൻ പറയുന്നത്? എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീട് വളഞ്ഞു. തൻ്റെ ഉപനാരിയോട് അവർ എന്തു ചെയ്തു എന്നാണ് ലേവ്യൻ പറയുന്നത്? അവർ ബലാത്സംഗം ചെയ്തു, അങ്ങനെ അവൾ മരിച്ചു. ഉപനാരിയെ താൻ എന്തു ചെയ്തതായാണ് 20-6 ലേവ്യൻ പറയുന്നത്? അവളെ ഞാൻ കഷണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തയച്ചു. എന്താണ് ഗിബയാക്കാർ കാണിച്ചിരിക്കുന്നത് എന്നാണ് 20-6 പറയുന്നത്? അത്ര വലിയ മ്ലേച്ഛതയാണ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത്. 20-ാം അധ്യായം 7-ാം വാക്യം എഴുതുക. അതുകൊണ്ട് ഇസ്രായേല്യരെ
ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം? 20-ാം അധ്യായം 8-ാം വാക്യത്തിൽ ജനം മുഴുവൻ ഏക മനസ്സായി എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തത് എന്ത്? ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല. ഗിബെയയോട് എന്തു ചെയ്യാം എന്നാണ് 20-9 പറയുന്നത്. നറുക്കിട്ട് നമുക്ക് അതിനെ ആക്രമിക്കാം. ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് ഏത് കണക്കിന് ആളുകളെ തെരഞ്ഞെടുക്കാം എന്നാണ് പറയുന്നത്. 100-ന് 10, 1000-ന് 100, 10,000-ന് 1000. ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഭക്ഷണം കൊണ്ടുവരേണ്ടത് ആർക്കാണ്? ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബെയ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ വരുന്ന ജനങ്ങൾക്ക്. 20-11 എഴുതുക. ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു. ഇസ്രായേൽ ഗോത്രങ്ങൾ 20-12 എവിടേക്കാണ് ദൂതന്മാരെ അയച്ചത്? ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും. ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ദൂതന്മാരെ അയച്ച് 20-12 എന്താണ് ചോദിക്കുന്നത്? എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് എന്തു ചെയ്യുവിൻ എന്നാണ് ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രക്കാരോട് പറയുന്നത്. ഗിബെയയിലുള്ള ആ നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ. എന്തിനു വേണ്ടി ഞങ്ങൾ അവരെ കൊന്നുകളയട്ടെ എന്നാണ് പറയുന്നത്? ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന്. 20-13 ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പ്രതികരണം എന്തായിരുന്നു? ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവച്ചില്ല. അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിബെയയിൽ ഒന്നിച്ചുകൂടിയത് എന്തിനു വേണ്ടി എന്നാണ് 20-14 പറയുന്നത്. ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ. ഗിബെയ നിവാസികളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നവരെക്കുറിച്ച് 20-15 പറയുന്നത് എന്ത്? എണ്ണപ്പെട്ട 700 പ്രഗത്ഭന്മാർ. ഗിബെയ നിവാസികൾക്ക് പുറമെ ആര് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? വാളെടുക്കാൻ പോന്ന 26,000 ബെഞ്ചമിൻ ഗോത്രജർ. 20-16 കാണുന്ന എത്ര പേരാണ് ഇടത്ത് കയ്യന്മാരായി ഉണ്ടായിരുന്നത്? 700 പേർ. പ്രഗത്ഭരായ ആ 700 ഇടത്ത് കയ്യന്മാരുടെ സവിശേഷത എന്തായിരുന്നു? ഒരു തലമുടി ഇഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാർ ആയിരുന്നു. 20-17 ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ അണിനിരന്നത് ആര്? ഖഡ്ഗധാരികളായ 4 ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ. ഇസ്രായേൽ ജനം എവിടെ എത്തിയതായിട്ടാണ് 20-18 പറയുന്നത്? ബഥേലിൽ എത്തിയതായി. അവർ ദൈവത്തോട് ആരാഞ്ഞത് എന്ത്? ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടത് എന്ന്. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ബഥേലിൽ വെച്ച് ആരാഞ്ഞത് ആരോട്? ദൈവത്തോട്. യൂദ ആദ്യം പോകട്ടെ എന്ന് അരുളി ചെയ്തത് ആര്? കർത്താവ്. ഇസ്രായേൽ ജനത്തോട് 20-18 കർത്താവ് അരുളി ചെയ്യുന്നത് എന്ത്? യൂദ ആദ്യം പോകട്ടെ. 20-19 ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് എന്തു ചെയ്തതായാണ് കാണുന്നത്? ഗിബെയയ്ക്ക് എതിരായി പാളയമടിച്ചു. അവർ ആർക്കെതിരായാണ് യുദ്ധത്തിന് ഇറങ്ങിയത്? ബെഞ്ചമിൻ ഗോത്രത്തിന് എതിരായി. എവിടെയാണ് അവർക്കെതിരായി അണിനിരന്നത്? ഗിബെയയിൽ. 20-21 ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെ നിന്ന് വന്നതായാണ് പറയുന്നത്? ഗിബെയയിൽ നിന്ന്. ഗിബെയയിൽ നിന്ന് വന്ന ബെഞ്ചമിൻ ഗോത്രക്കാർ ചെയ്ത ഏത് പ്രവൃത്തിയാണ് 20-21 കാണുന്നത്? 20,000 ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി. ഇസ്രായേൽക്കാർ ധൈര്യം സംഭരിച്ച് എന്തു ചെയ്തതായിട്ടാണ് 20-22 കാണുന്നത്? ആദ്യ ദിവസം അണിനിരന്നിടത്ത് തന്നെ വീണ്ടും അണിനിരന്നു. 20-23 സായാഹ്നം വരെ ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത്? കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞു. 20-23 ഇസ്രായേൽ ജനം അവിടുത്തോട് ആരാഞ്ഞത് എന്ത്?
സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന്. സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന ചോദ്യത്തിന് കർത്താവിൻ്റെ മറുപടി എന്തായിരുന്നു? ചെല്ലുക. 20-24 എഴുതുക. അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി 2-ാം ദിവസവും അണിനിരന്നു. ബെഞ്ചമിൻ ഗോത്രക്കാർ 2-ാം ദിവസവും ഗിബയായിൽ നിന്ന് വന്ന് എത്ര പേരെയാണ് വധിച്ചത്? 18,000. ബെഞ്ചമിൻ ഗോത്രക്കാർ 2-ാം ദിവസവും ഗിബയായിൽ നിന്ന് വന്ന് അവരെ നേരിട്ട് വധിച്ച 18,000 ഇസ്രായേൽക്കാരെക്കുറിച്ച് 20-22 പറയുന്നത് എന്ത്? ഖഡ്ഗധാരികളായവർ. 20-26 ബഥേലിൽ വന്ന് കരഞ്ഞത് ആരല്ല? ഇസ്രായേൽ ജനം മുഴുവനും, യോദ്ധാക്കളെല്ലാം ചേർന്ന്. അവർ ആ ദിവസം സായാഹ്നം വരെ എന്തു ചെയ്തു? കർത്താവിൻ്റെ മുൻപിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു. 20-27 എഴുതുക. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ ഹിതം ആരാഞ്ഞു. ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം അന്നാളുകളിൽ എവിടെ ആയിരുന്നു? ബഥേലിൽ. അന്നാളുകളിൽ അവിടെ പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് ആര്? അഹ്റോൻ്റെ പുത്രനായ എലയാസറിൻ്റെ പുത്രൻ ഫിനെഹാസ്. 20-28 ഇസ്രായേൽ ജനം കർത്താവിനോട് ചോദിക്കുന്നത് എന്ത്? ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ? 20-28 ഇസ്രായേൽ ജനത്തിൻ്റെ ചോദ്യങ്ങൾക്ക് കർത്താവ് ഉത്തരമരുളിയത് എന്ത്? നിങ്ങൾ പോകുക, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. 20-29 ഇസ്രായേൽക്കാർ ആളുകളെ പതിയിരുത്തിയത് എവിടെ? ഗിബയായ്ക്ക് ചുറ്റും. 20-30 ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഇസ്രായേൽ എത്രാം ദിവസം യുദ്ധത്തിനിറങ്ങിയതായാണ് കാണുന്നത്? 3-ാം ദിവസം. മറ്റ് 2 അവസരങ്ങളിലെ പോലെ എന്താണ് ചെയ്തത്? ഗിബയായ്ക്ക് എതിരായി അണിനിരന്നു. ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായേൽ ജനത്തിനെതിരായി എവിടെ നിന്നാണ് പുറത്തു വന്നത്? പട്ടണത്തിൽ നിന്ന്. 20-31 മുൻ അവസരങ്ങളിലെ പോലെ എവിടെയെല്ലാം വെച്ചാണ് അവർ കൊല തുടങ്ങിയത്? ബഥേലിലേക്കും ഗിബയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും. 3-ാം പ്രാവശ്യത്തെ ആക്രമണത്തിൽ എത്ര ഇസ്രായേൽക്കാരാണ് വധിക്കപ്പെട്ടത്? 30ഓളം. 30ഓളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ട ശേഷം ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞത് എന്ത്? അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു എന്ന്. അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം കൂടി ആലോചിച്ചത് എന്ത്? നമുക്ക് പലായനം ചെയ്യാം, അങ്ങനെ അവരെ നമുക്ക് പെരുവഴിയിലേക്ക് ആനയിക്കാം. 20-33 ഇസ്രായേൽ ഒന്നടങ്കം ചെയ്തത് എന്ത്? തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാൽ താമാറിൽ അണിനിരന്നു. 20-34 ഗിബയായ്ക്ക് എതിരായി ആര് അണിനിരന്നു എന്നാണ് കാണുന്നത്? തെരഞ്ഞെടുക്കപ്പെട്ട 10,000 ഇസ്രായേല്യർ. ഉഗ്രമായ പോരാട്ടം നടന്നപ്പോൾ എന്ത് കാര്യമാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല എന്ന് കാണുന്നത്? തങ്ങൾക്ക് നാശം അടുത്തിരിക്കുന്നു എന്ന്. കർത്താവ് ചെയ്ത ഏത് കാര്യമാണ് 20-35 പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേലിയരുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി. ഇസ്രായേൽക്കാർ ആ ദിവസം എത്ര പേരെ വകവരുത്തിയതായാണ് 20-35 കാണുന്നത്? 25,100. 20-35 ഇസ്രായേൽ പരാജയപ്പെടുത്തിയ 25,100 പേർ എങ്ങനെയുള്ളവർ ആയിരുന്നു? ഖഡ്ഗധാരികൾ ആയിരുന്നു. തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് മനസ്സിലായതായി രേഖപ്പെടുത്തുന്ന അധ്യായവും വാക്യവും ഏത്? 20-36.
ആരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങിയത്? ഗിബെയയ്ക്ക് എതിരെ പതിയിരുത്തിയിരുന്നവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട്. 20:37 പതിയിരിപ്പുകാർ തള്ളിക്കയറിയത് എവിടേക്ക്? ഗിബെയയിലേക്ക്. ഗിബെയയിലേക്ക് തള്ളിക്കയറിയ പതിയിരിപ്പുകാർ എന്താണ് ചെയ്തത്? പട്ടണം മുഴുവൻ വാളിനിരയാക്കി. ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും ഏത് കാര്യമാണ് പറഞ്ഞൊത്തിരുന്നത്? അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണം എന്ന്. പുകപടലം കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നായിരുന്നു ധാരണ? ഇസ്രായേൽക്കാർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണം എന്ന്. യുദ്ധം ആരംഭിച്ച് എത്ര പേരെ വധിച്ചപ്പോഴേക്കുമാണ് ആദ്യ യുദ്ധത്തിലെ പോലെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞത്? ഏതാണ്ട് 30. ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കിയത് എപ്പോഴാണ്? പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ. 20:40 ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് എന്ത്? അതാ പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയർന്നു. 20:41 ആരാണ് തിരിച്ചു വന്നത്? ഇസ്രായേൽക്കാർ. 20:41 ആരാണ് സംഭ്രാന്തരായത്? ബെഞ്ചമിൻകാർ. 20:41 ബെഞ്ചമിൻകാർ എന്തു കണ്ടു എന്നാണ് പറയുന്നത്? നാശം അടുത്തു എന്ന്. നാശം അടുത്തെന്ന് കണ്ട ബെഞ്ചമിൻകാർ എന്താണ് ചെയ്തത്? അവർ ഇസ്രായേല്യരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. മരുഭൂമിയിലേക്ക് പലായനം ചെയ്ത ബെഞ്ചമിൻകാർ കുടുങ്ങിയത് എങ്ങനെ? പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു. ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞ ഇസ്രായേൽക്കാർ അവരെ നിശ്ശേഷം പരാജയപ്പെടുത്തിയത് എങ്ങനെ? നോഹാഹ് മുതൽ കിഴക്ക് ഗിബെയ വരെ പിന്തുടർന്ന്. 20:44 ആര് നിലം പതിച്ചതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? യുദ്ധവീരന്മാരായ 18,000 ബെഞ്ചമിൻ ഗോത്രക്കാർ. യുദ്ധവീരന്മാരായ 18,000 പേർ നിലം പതിച്ചതിന് ശേഷം ശേഷിച്ചവർ തിരിഞ്ഞ് എവിടേക്കാണ് ഓടിയത്? മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക്. പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടവർ എത്ര? 5,000. പെരുവഴിയിൽ വെച്ച് 5,000 പേർ കൊല്ലപ്പെട്ടതിന് ശേഷം ബാക്കിയുള്ളവരെ ഏത് സ്ഥലം വരെയാണ് ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തത്? ഗിദോം വരെ. ഗിദോം വരെ ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തവരിൽ എത്ര പേർ വധിക്കപ്പെട്ടു? 2,000 പേർ. 20:46 ആര് കൊല്ലപ്പെട്ടതായാണ് കാണുന്നത്? ബെഞ്ചമിൻ ഗോത്രക്കാരായ 25,000 ധീര യോദ്ധാക്കൾ. 20:47 എത്ര പേർ എവിടേക്ക് ഓടി രക്ഷപ്പെട്ടു? 600 പേർ മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക്. മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടവർ അവിടെ എത്ര കാലം താമസിച്ചു? 4 മാസം. 20:48 ഇസ്രായേൽക്കാർ തിരിച്ചു വന്ന് ആക്രമിച്ചത് എന്ത്? ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം. തിരിച്ചു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം ആക്രമിച്ച ഇസ്രായേൽ എന്തെല്ലാം ചെയ്തു? മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി പട്ടണങ്ങൾക്ക് തീവച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 11 മുതൽ 21 വരെ അധ്യായങ്ങളിലെ ഏറ്റവും വലിയ അധ്യായം ഏത്? 20-ാം അധ്യായം. അതിൽ 48 വാക്യങ്ങൾ ഉണ്ട്. 20-ാം അധ്യായത്തിൽ കാണുന്ന ചോദ്യങ്ങൾ എത്ര? വാക്യങ്ങൾ ഏതെല്ലാം? 3 ചോദ്യങ്ങളാണ് കാണുന്നത്. 20:7 കാണുന്നു, അതുകൊണ്ട് ഇസ്രായേല്യരെ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം. 20:28 2 ചോദ്യങ്ങൾ കാണുന്നുണ്ട്. 1, ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ? 2, അതോ പിന്മാറണമോ? അധ്യായം 21. 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ബെഞ്ചമിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചാണ്. 20-ാം അധ്യായത്തിൽ
ഇസ്രായേൽ ജനം ബെഞ്ചമിനെ പരാജയപ്പെടുത്തി. അവരിൽ നിന്ന് 600 യോദ്ധാക്കൾ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഈ 600 പേർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ ജനങ്ങളും വധിക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഗോത്രത്തിൻ്റെ നിലനിൽപ്പിനെ പറ്റി ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും, അങ്ങനെ കർത്താവിൻ്റെ മുൻപിൽ സമ്മേളിക്കാതിരുന്ന യാബേഷ് ഗിലെയാദിലെ നിവാസികളിൽ നിന്ന് 400 കന്യകമാരെ കണ്ടെത്തി ബെഞ്ചമിൻ ഗോത്രത്തിലെ യോദ്ധാക്കൾക്ക് നൽകുന്നതും, പിന്നെ ബാക്കി 200 പേർക്ക് കർത്താവിൻ്റെ ഉത്സവം ഷീലോയിൽ ആഘോഷിക്കുന്ന സമയത്ത് നൃത്തം ചെയ്യാൻ വരുന്ന യുവതികളിൽ നിന്ന് 200 പേരെ ബെഞ്ചമിൻ ഗോത്രക്കാർ പിടിച്ചുകൊണ്ടു പോകുന്നതും, അവരെ ഭാര്യമാരാക്കി തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് പട്ടണം പുതുക്കിപ്പണിത് അവിടെ വസിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അധ്യായം 21. 21-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 25 വാക്യങ്ങൾ. എത്ര ശീർഷകങ്ങളുണ്ട്? ഏതെല്ലാം? ഒരു ശീർഷകമേ ഉള്ളൂ: ബെഞ്ചമിൻ്റെ നിലനിൽപ്പ്. ഇസ്രായേൽ എവിടെ ഒന്നിച്ചു കൂടിയാണ് ശപഥം ചെയ്തത്? മിസ്പായിൽ. മിസ്പായിൽ ഒന്നിച്ചു കൂടി ചെയ്ത ശപഥം എന്ത്? നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന്. മിസ്പായിൽ നിന്ന് ഇസ്രായേൽ ജനം വന്നത് എവിടേക്ക്? ബേഥേലിലേക്ക്. ബേഥേലിൽ വന്ന ഇസ്രായേൽ ജനം സായാഹ്നം വരെ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു. 21-3 ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് ഇസ്രായേൽക്കാർ ചോദിക്കുന്നത് എന്താണ്? ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? 21-4 ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് എന്താണ് ചെയ്തത്? ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു. 21-5 ഇസ്രായേൽ ജനം തിരക്കിയത് എന്താണ്? കർത്താവിൻ്റെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏത് എന്ന്. ഇസ്രായേൽക്കാർ ചെയ്തിരുന്ന ഏത് പ്രതിജ്ഞയെക്കുറിച്ചാണ് 21-5 കാണുന്നത്? മിസ്പായിൽ കർത്താവിൻ്റെ മുൻപാകെ വരാത്തവനെ കൊന്നുകളയണം എന്ന്. 21-6 ഇസ്രായേലിന് ആരോട് അനുകമ്പ തോന്നി എന്നാണ് കാണുന്നത്? തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട്. തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് അനുകമ്പ തോന്നിയ ഇസ്രായേൽക്കാർ എന്താണ് പറഞ്ഞത്? ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നു. 21-7 ഏത് കാര്യത്തിന് നാം എന്ത് ചെയ്യണമെന്നാണ് ഇസ്രായേൽക്കാർ ചോദിക്കുന്നത്? ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ മുൻപിൽ നാം എന്ത് ശപഥം ചെയ്തു പോയല്ലോ എന്നാണ് പറയുന്നത്? നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ല എന്ന്. 21-8 അവർ തിരക്കുന്നത് എന്ത്? മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രം ഉണ്ടോ എന്ന്. എവിടെ നിന്നാണ് ആരും സമ്മേളനത്തിന് സന്നിഹിതരായിരുന്നില്ല എന്ന് കാണുന്നത്? യാബേഷ് ഗിലെയാദിൽ നിന്ന്. 21-9 എഴുതുക. ജനത്തെ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ യാബേഷ് ഗിലെയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. 21-10 ഇസ്രായേൽ സമൂഹം യാബേഷ് ഗിലെയാദിലേക്ക് നിയോഗിച്ചത് ആരെയാണ്? യുദ്ധവീരന്മാരായ 12000 ആളുകളെ. യുദ്ധവീരന്മാരായ 12000 ആളുകളെ യാബേഷ് ഗിലെയാദിലേക്ക് നിയോഗിച്ച സമൂഹം 21-10 കൽപ്പിക്കുന്നത് എന്ത്? സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം യാബേഷ് ഗിലെയാദിലെ നിവാസികളെ വാളിനിരയാക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം ആരെ നശിപ്പിച്ചു കളയണം എന്നാണ് 21-11 പറയുന്നത്? എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടി ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും. യാബേഷ് ഗിലെയാദിൽ എത്ര കന്യകമാർ ഉണ്ടായിരുന്നു എന്നാണ് 21-11 കാണുന്നത്? 400 കന്യകമാർ.
21:12 കന്യകമാരെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്? കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക്. അപ്പോൾ സമൂഹം മുഴുവൻ ഒന്നിച്ചു ചേർന്ന് ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തിയത് ആരുടെ അടുക്കൽ ആണ്? റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ. ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്നപ്പോൾ അവർക്ക് ഭാര്യമാരായി കൊടുത്തത് ആരെയാണ്? യാബേഷ് ഗിലെയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച സ്ത്രീകളെ. യാബേഷ് ഗിലെയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച സ്ത്രീകളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യമാരായി കൊടുത്തു. എന്നാൽ തുടർന്ന് എന്താണ് കാണുന്നത്? എല്ലാവർക്കും തികഞ്ഞില്ല. 21:15 ഇസ്രായേൽ ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവ് തോന്നാൻ കാരണമെന്ത്? ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട്. അപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത് എന്ത്? ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക? ബെഞ്ചമിൻ ഗോത്രത്തിലെ സ്ത്രീകളെക്കുറിച്ച് 21:16 പരാമർശിക്കപ്പെടുന്നത് എങ്ങനെ? ബെഞ്ചമിൻ ഗോത്രത്തിൽ സ്ത്രീകൾ അറ്റുപോയല്ലോ എന്ന്. ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ. ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ എന്തു വേണം എന്നാണ് 21:17 പറയുന്നത്? ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ഒരു അവകാശം. എന്നാൽ എന്ത് സാധ്യമല്ല എന്നാണ് 21:18 പറയുന്നത്? നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുക്കുക സാധ്യമല്ല. ഇസ്രായേൽ ജനം ചെയ്ത ഏത് ശപഥത്തെക്കുറിച്ചാണ് 21:18 കാണുന്നത്? ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കും എന്ന്. എവിടെ കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കുന്ന കാര്യമാണ് 21:19 പറയുന്നത്? ഷീലോയിൽ ആഘോഷിക്കുന്ന കാര്യം. 21:19 അനുസരിച്ച് ഷീലോ എവിടെയാണ്? ബേതേലിന് വടക്കും ബേതേലിൽ നിന്ന് ഷെക്കേമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലെബോനായ്ക്ക് തെക്കും. 21:20 ഇസ്രായേൽ ബെഞ്ചമിനോട് നിർദ്ദേശിക്കുന്നത് എന്ത്? നിങ്ങൾ പോയി മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവിൻ. ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ ബെഞ്ചമിൻകാർ എന്ത് ചെയ്യണം എന്നാണ് 21:21 കാണുന്നത്? മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകണം. 21:22 ആര് പരാതിയുമായി വരുന്ന കാര്യമാണ് പറയുന്നത്? ബെഞ്ചമിൻ ഗോത്രക്കാർ പിടിച്ചുകൊണ്ടുപോകുന്ന സ്ത്രീകളുടെ പിതാക്കന്മാരും സഹോദരന്മാരും. അവരോട് ക്ഷമിക്കുവിൻ. ആര് ആരോട് ക്ഷമിക്കുന്ന കാര്യമാണ് 21:22 പറയുന്നത്? ഇസ്രായേൽ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ ബെഞ്ചമിൻ ഗോത്രക്കാർ പിടിച്ചുകൊണ്ടുപോകുന്ന സ്ത്രീകളുടെ സഹോദരന്മാരോടും പിതാക്കന്മാരോടും പറയുന്ന കാര്യം. യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായി എന്ത് കൈവശപ്പെടുത്തിയില്ല എന്നാണ് 21:22 കാണുന്നത്? സ്ത്രീകളെ. നിങ്ങൾ അവർക്ക് കൊടുത്തുമില്ല. കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകുമായിരുന്നു. എന്ത് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്? സ്ത്രീകളെ കൊടുക്കുന്ന കാര്യം. 21:23 ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണമനുസരിച്ച് ഭാര്യമാരെ എവിടെ നിന്നാണ് പിടിച്ചുകൊണ്ടുപോയത്? നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന്. തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് അവർ എന്താണ് ചെയ്തത്? പട്ടണം പുതുക്കി അവർ അവിടെ വസിച്ചു. ബെഞ്ചമിൻ ഗോത്രജർ എവിടെ ചെന്നാണ് പട്ടണം പുതുക്കി അവിടെ താമസിച്ചത്? തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത്. 21:24 ഇസ്രായേൽ ജനം അവിടെ നിന്ന് മടങ്ങി ഓരോരുത്തരും എവിടേക്കാണ് പോയത്? താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും. 21:25 എങ്ങനെ ആരംഭിക്കുന്നു? അക്കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു. ഇങ്ങനെ ആരംഭിക്കുന്ന മറ്റൊരു വാക്യം ഏത്? 18:1. 21:25 എങ്ങനെയാണ് സമാപിക്കുന്നത്? ഓരോരുത്തനും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു.
ഇങ്ങനെ സമാപിക്കുന്ന മറ്റൊരു വാക്യം ഏത്? 17-ാം അധ്യായം 6-ാം വാക്യം. 21-ാം അധ്യായത്തിൽ കാണുന്ന ചോദ്യങ്ങൾ എത്ര, വാക്യങ്ങൾ ഏതെല്ലാം? 3 ചോദ്യങ്ങൾ കാണുന്നുണ്ട്. 21-3 ഇസ്രായേൽക്കാർ കർത്താവിനോട് ചോദിക്കുന്നു, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? 21:7 ചോദ്യം, ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? 21:16 ചോദ്യം, ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക? ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 11 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും 5 വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നായിരിക്കും അടുത്ത വീഡിയോ മുതൽ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്